സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവേ സർവസമ്പൂർണനാഥൻ ചെയ്ത നന്മകൾ ധ്യാനിച്ചു സന്തോഷിക്കാം. സർവസമ്പൂർണനാഥൻ ചെയ്ത നന്മകൾ ധ്യാനിച്ചു സന്തോഷിക്കാം. രക്ഷകനാം പ്രിയന്റെ പാലകനേശുവിന്റെ നാമമുയർത്തുക നാം നാൾതോറും ആമോദമായി. എന്നും സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവേ സർവസമ്പൂർണനാഥൻ ചെയ്ത നന്മകൾ ധ്യാനിച്ചു സന്തോഷിക്കാം. സർവസമ്പൂർണനാഥൻ ചെയ്ത നന്മകൾ ധ്യാനിച്ചു സന്തോഷിക്കാം. പാപത്തിൽ നിന്നോ നമ്മെ കോരിയെടുത്തു പരൻ ശാശ്വതമാം പാറയിൽ പാദം നിറുത്തിയതാ. എന്നും സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവേ സർവസമ്പൂർണനാഥൻ ചെയ്ത നന്മകൾ ധ്യാനിച്ചു സന്തോഷിക്കാം. സർവസമ്പൂർണനാഥൻ ചെയ്ത നന്മകൾ ധ്യാനിച്ചു സന്തോഷിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യം 23-ാം അധ്യായം എൻ്റെ 20 മുതൽ ചില വാക്യങ്ങളെക്കുറിച്ച് ആണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മദ്യപാനം ഒരു വ്യക്തിയെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കുറേ കാലമായി മദ്യത്തിനടിമയായിരുന്ന നിരീശ്വരവാദിയായിരുന്ന ഒരു വ്യക്തി ചില പ്രത്യേക സാഹചര്യത്തിൽ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ അയാൾ ക്രിസ്ത്യാനിയായി തീർന്നു. വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അയാളുടെ ഭവനം. പിൽക്കാലങ്ങളിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയുമായി ഉയർന്നു വന്നു. ഇയാളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ടിട്ട് തന്നെ അനുജൻ ജ്യേഷ്ഠനോട് ചോദിച്ചു, താൻ ക്രിസ്ത്യാനിയായി മാറിയല്ലോ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും താൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ജ്യേഷ്ഠൻ മറുപടി നൽകിയത്, ഞാൻ അക്ഷരം പ്രതി എല്ലാം വിശ്വസിക്കുന്നു. അപ്പോൾ അനുജൻ ചോദിച്ചു, വേദപുസ്തകത്തിൽ യേശു വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ജ്യേഷ്ഠൻ ചോദിച്ചു, അതിനെന്താണ് ഇത്ര സംശയം? യേശു വെള്ളം വീഞ്ഞാക്കിയതിനേക്കാൾ അത്ഭുതമായി സഹോദര, യേശു മദ്യത്തെ സമാധാനവും സമൃദ്ധിയും സന്തോഷമാക്കി എൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്തു. അതുകൊണ്ട് മദ്യപാനത്തെ ഞാൻ വെറുക്കുന്നു. യേശു ക്രിസ്തു എനിക്ക് സമാധാനം നൽകി. ഇന്ന് എനിക്ക് ഒന്നിനും മുട്ടില്ല. ഇതെല്ലാം യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്ത മാറ്റങ്ങളാണ്. 2 കൊരിന്ത്യർ 5:7 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ദൈവജനത്തിൽ മദ്യപാനത്തെക്കുറിച്ച് അതേ തുടർന്ന് സംഭവിക്കുന്ന നാശത്തെക്കുറിച്ചും സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് കാണിക്കുവാൻ താല്പര്യപ്പെടുന്നു. സദൃശവാക്യം 23-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള ചില വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആണ് ഈ തരുണത്തിൽ ആഗ്രഹിക്കുന്നത്. വാക്യങ്ങൾ ഇപ്രകാരമാണ്: നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രനായിത്തീരും. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുമപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകുന്നവർക്കും മദ്യം രുചിച്ചു നോക്കാൻ പോകുന്നവർക്കും തന്നെ. വീഞ്ഞ് ചുമന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ നിന്നെ കടിക്കും, അണലി പോലെ കൊത്തും. മദ്യത്തിന് ഇത്രയും വീര്യം ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് ഒരു ഫ്രഞ്ച് കഥയുണ്ട്. ജലപ്രളയത്തിന് ശേഷം നോഹ മുന്തിരി കൃഷി തുടങ്ങി. അങ്ങനെ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. അതിനുവേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്ന സമയത്ത് പഴയ പാമ്പായ സാത്താൻ അടുത്ത് ചെന്നിട്ട്, മുന്തിരിത്തോട്ടത്തിന് വേണ്ടുന്ന വളം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. നോഹ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. വീണ്ടും നിർബന്ധിച്ചപ്പോൾ നോഹ സമ്മതിച്ചു. അങ്ങനെ സാത്താൻ ആദ്യം ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം മുന്തിരിച്ചെടിയുടെ മൂട്ടിലൊഴിച്ചു. അല്പം കൂടി വളർന്നു വന്നപ്പോൾ ഒരു സിംഹത്തെ അറുത്ത് അതിൻ്റെ രക്തം ഒഴിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു കുരങ്ങനെ അറുത്ത് രക്തം ഒഴിച്ചു. അത് ഫലം കഴിക്കാറായപ്പോഴേക്കും ഒരു പാമ്പിനെ കൊന്ന് അതിൻ്റെ രക്തം ഒഴിച്ചു.
ഇങ്ങനെ വിഷം നിറഞ്ഞ മുന്തിരിപ്പഴത്തിൻ്റെ നീര് കുടിച്ചാണ് നോഹയ്ക്ക് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നത്. ഇത് കഥയെങ്കിലും ഇതിലൊരു കാര്യമുണ്ട്. മദ്യം കുടിക്കുന്നവർ ആദ്യം ഒരു കുഞ്ഞാടിനെ പോലുള്ള സ്വഭാവം മാത്രമേ ഉള്ളൂ. എന്നാൽ അല്പം കഴിയുമ്പോൾ സിംഹത്തെപ്പോലെ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഗർജിക്കുവാൻ തുടങ്ങി. അത് കഴിയുമ്പോഴേക്കും കുരങ്ങനെ പോലെ ചാഞ്ചാടി നടക്കും. ഒടുവിൽ പാമ്പ് നിന്ന് ആടുന്ന പോലെ മദ്യപാന്മാർ നിന്ന് ആടുന്നത് കണ്ടിട്ടില്ലേ? ആദ്യ മനുഷ്യനായ ആദാമിനെ വീഴ്ത്തിയ അതേ പാമ്പ് കൃപ ലഭിച്ച നോഹയെയും സമീപിച്ചു. ശാപമെല്ലാം ന്യായവിധിയുടെ കൂടെ അവസാനിച്ചപ്പോൾ കൃപ ലഭിച്ച നോഹയിലേക്ക് സാത്താൻ ദൃഷ്ടി പതിപ്പിച്ചു. അനന്തരഫലമോ ദൈവം ശുദ്ധീകരിച്ചെടുത്ത ഭൂമിയെ വീണ്ടും ശാപഭൂമിയാക്കി തീർത്തു. പിതാവിൻ്റെ നഗ്നത സഹോദരന്മാരെ അറിയിച്ചതിനാൽ നോഹ ലഹരിയിൽ നിന്ന് വിട്ടുണർന്നപ്പോൾ സംഭവം തിരിച്ചറിഞ്ഞു. ഹാമാണ് ചെയ്തതെങ്കിലും ശാപം വന്ന ഹാമിൻ്റെ സന്തതി കനാനാണ്. കനാൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെ വെള്ളപ്പൊക്കത്താൽ ശുദ്ധീകരിച്ചെടുത്ത ഭൂമിയിൽ ശാപം പേറി കനാൻ ജീവിതം ആരംഭിച്ചു. പ്രിയരെ, മദ്യപാനം അനേക കുടുംബങ്ങളെ നരകതുല്യരാക്കിക്കൊണ്ടിരിക്കുന്നു. മദ്യപിച്ച് വീട്ടിലെത്തുന്ന പുരുഷന്മാർ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും ഭവനത്തിലുള്ള സകലവിധ സാധനങ്ങളും നഷ്ടപ്പെടുത്തുകയും ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നതിനാൽ സമാധാനം സ്വസ്ഥതയില്ലാതെ ഭയവിഹ്വലരായി കുടുംബാംഗങ്ങൾ കഴിയാണ്. എന്നാൽ സത്യസുവിശേഷം അനേക കുടുംബങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനാധാരമായിരിക്കുന്നത് ദൈവത്തെ വിശ്വസിക്കുകയും ഭയപ്പെടുകയും ദൈവിക കൽപ്പനകൾ അനുസരിക്കുകയും വേണം. അതല്ലെങ്കിൽ ഒടുവിൽ നിത്യ നരകത്തിൽ ചെന്ന് ശിക്ഷാവിധി അനുഭവിക്കും. ആകയാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ചെറിയ ചിന്തയാൽ ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.